കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയി ഒന്ന് കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീണ്ടും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാട്ടിൽ ചെന്നതിന് ശേഷം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടൂൾസൊക്കെ ഇവിടെ ആയിപ്പോയി. മീൻസ് കിച്ചണുണ്ട്, പക്ഷെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ആയത് കാരണം എനിക്കൊന്നും അങ്ങനെ കുക്ക് ചെയ്യാനധികം പറ്റില്ല. മൊത്തത്തിൽ കറക്കവും പുറത്തുനിന്നുള്ള ഫുഡ് അടിയായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ട നല്ല വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഭ്രാന്തായിട്ടിരിക്കുക, എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയാമോ. ഞാൻ വെച്ച് ചക്ക വെച്ചിട്ട് വയനയിലേയും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ പറമ്പിൽ നിന്ന് പിച്ചി കൊണ്ടുവന്ന് നമ്മുടെ നല്ല ഫ്രഷ് വയനയില. കണ്ട നല്ല ഫ്രഷ് വയനയില, നമ്മുടെ ജയ്പൂരിൽ കിട്ടാത്ത സംഭവമാണ് ഈ വയനയില എന്ന് പറയുന്നത്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പിച്ചിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തപ്പോൾ ഞാൻ എൻ്റെ സ്ഥിരമുള്ള പരിപാടിയാണ്, വയനയില കിട്ടി ചക്കയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചക്കയപ്പോൾ അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ ഇത്രയും ചക്ക ഞാൻ വൃത്തിയാക്കി എഴുതി. നമ്മുടെ വീട്ടിലൊന്നും അല്ല കേട്ടോ, വീട്ടിൽ ഉണ്ട്, പക്ഷേ വീട്ടിലെ അല്ലായിരുന്നു, ഇത് വേറെ ഒരാൾ തന്നതായിരുന്നു. അങ്ങനെ ചക്ക കിട്ടി, അത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഇതെൻ്റെ മാമൻ തന്ന ചക്കയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചക്ക കഴിക്കാത്തത് കാരണം അവിടെ ചെന്നപ്പോൾ ആൾക്കാരും ബന്ധുക്കളും ഒക്കെ തന്നത് കാരണം ചക്കയൊക്കെ കഴിക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ നല്ല പഴുത്ത ചക്ക വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്കയുടെ ചുളകണക്കിന് തൊടുത്തൊരു കല്യാണി. അപ്പോൾ ആ ചക്ക നമ്മുടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ കുറച്ച് വയനയില ഉണ്ടാക്കാം, കുറച്ച് നമ്മുടെ ചക്കപ്പൊരി ഉണ്ടാക്കാം, കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പറ്റുന്ന പോലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആരും അങ്ങനെ വീഡിയോസൊക്കെ കാണൽ കുറവാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഒന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. എപ്പോഴും ചെയ്യുന്ന പോലെ എനിക്ക് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. കൂടുതലായിട്ടും ചക്കയപ്പം ശർക്കരയും ആ ഗോതമ്പ് കൂടെ ചേരുമ്പോൾ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നതിനേക്കാട്ടിൽ കൂടുതലായിട്ടും ഞാൻ ചക്കയപ്പം ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ്. അപ്പോൾ ഈ ചക്ക ചെറുതായിട്ടൊന്ന് നുറുക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്, പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അതാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചക്ക എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പല സെഷനായിട്ട് മാറ്റാനുള്ള കുറച്ച് ചക്കപ്പൊരി ഉണ്ടാക്കണമെന്നുണ്ട്. ചക്ക ഐസ്ക്രീം ഉണ്ടായ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ കാണുക. ഇത് ഞാനൊന്ന് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഗോതമ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര ഞാൻ ഉരുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ നമ്മൾ ആ മാവിലോട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞത്. അതായത് ശർക്കര ഉരുക്കിയിട്ട് ആ ചൂടോടുകൂടി തന്നെ നമ്മളുടെ ആ മാവിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കും. വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ശർക്കരയുടെ ആ ഒരു നനവ് കൊണ്ടിട്ട് തന്നെ നല്ലതായിട്ട് നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മുടെ ചക്കയ്ക്ക് നമ്മുടെ ആ മാവിൻ്റെ അകത്ത് ചേർത്ത് പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ചക്കയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കുന്ന ചക്കയപ്പമൊക്കെ എനിക്കിഷ്ടം. എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അതുകൊണ്ടിട്ടാണ് ആ രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ആ രീതി സ്കിപ്പ് ചെയ്തുക. നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കുക. ചക്കയപ്പമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ആരും പഠിപ്പിക്കേണ്ടതെന്നറിയാം. സ്പെഷ്യലായിട്ടൊന്നുമില്ല, നാട്ടിൽ നിന്ന് കിട്ടേണ്ട ഒരു സന്തോഷത്തിൽ ഞാൻ ഉണ്ടാക്കുന്നു, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു എന്നൊന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്ക അരച്ച് വെച്ചിരിക്കുന്നില്ല, അത് അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അതിലേക്ക് ചേർത്തു. നമ്മൾ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിട്ടങ്ങ് മിക്സ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എൻ്റെ അത് വലിയ പണികളൊന്നുമില്ല. പിന്നെ നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചിട്ടില്ലേ, അത് അരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ നല്ലതാണ്ട് ചക്കയൊക്കെ മിക്സായി നല്ലതായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ശർക്കരയോടെ ചേർക്കുമ്പോഴത്തേക്ക് നല്ല ഒന്നുകൂടി അങ്ങ് ഇതാവും. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട ഓരോ ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപ്പ് ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല എന്ന്. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ശർക്കരയും കൂടെ ചേർത്തിട്ട് വേണം ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ശർക്കര ഉരുക്കിയതാണ്, അത് ചേർക്കുകയാണേ. അവിടെ ചേർത്ത് ഇത് നമ്മൾ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കുഴയ്ക്കുന്നതിന് ആവശ്യത്തിനുള്ള ശർക്കര ചേർക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ആ പരുവത്തിന് കിട്ടത്തില്ല. അപ്പോൾ ചക്കയപ്പമൊക്കെ ഉണ്ടാക്കാനൊന്നും ആരെയും പഠിപ്പിക്കേണ്ടെന്നറിയാം. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം. ചക്കയപ്പമാണ് എനിക്ക് തോന്നുന്നു ഈ ചാനൽ തുടങ്ങിയ ആദ്യം ആ ഒരു ടൈമിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, പിന്നെ കുറേ ബ്രേക്കായിരുന്നു. കുഞ്ഞൊക്കെ ഉണ്ടായ സമയത്ത് കുറേ ബ്രേക്കായിരുന്നു. എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാനോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇടയ്ക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്കതൊക്കെ ഒന്ന് പറ്റത്തില്ല. കറക്കമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ പോകുന്നിടത്ത് കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുക. പിന്നെ നമുക്ക് ഈ വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാലക്കാടുള്ള നല്ല കുറേ സ്ഥലങ്ങളൊക്കെ സ്പോട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക കേട്ടോ. നല്ല കുറേ സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എന്താ പറയുക, ഈ വ്ളോഗ് ട്രാവൽ ചെയ്തിട്ട് അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയത്തില്ല. കുക്കിങ്ങാണ് നമ്മളുടെ. കുക്കിങ്ങിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ നിന്നാൽ പോരെ, അല്ലെങ്കിൽ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകണ്ടല്ലോ. അപ്പോൾ എങ്കിലും ഞാൻ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ ഏകദേശം എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഷോർട്സ് ആയാലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ ചേർത്തിട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയും നമ്മുടെ തേങ്ങയും ചക്കയും ശർക്കരയും എല്ലാം കൂടി ഇതിൻ്റെ ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. പക്ഷേ ഏലക്ക എൻ്റെ കയ്യിലില്ല. മിക്ക വീഡിയോസിലും ഞാൻ പറയുന്നതാണ് ഏലക്ക എൻ്റെ കയ്യിലില്ല. ചുക്കുപൊടി, ജീരകപ്പൊടി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റിയാണ് കേട്ടോ. ജീരകപ്പൊടി ഉണ്ട്, അതിപ്പോൾ ഞാൻ ഇടാം കുറച്ച്. അപ്പോൾ നമ്മുടെ ചക്കയപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്നുമില്ല, നമ്മുടെ വയനയില അങ്ങോട്ട് എടുക്കുക. അതെ, ഇത് ചിലർ കുമ്പിള് കുത്താറുണ്ട്. കുമ്പിള് കുത്തുമ്പം ഈർക്കിലൊക്കെ ഇട്ട് കുത്തി എടുക്കേണ്ടി വരും. ഇവിടെ ഈർക്കിലൊന്നും ഇല്ലാത്ത കാരണം ഞാൻ കുമ്പിളൊന്നും കുത്താൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്ത് കാണിക്കാൻ പോകാമെന്നല്ലേ. അപ്പോൾ നോക്കിക്കോളൂ എന്താ കാണിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതേലെ ഒരു പിടി എടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കോ, ഇതൊരു പിടി. ഇത് നമ്മൾ ഇവിടെ വെക്കുന്നു കണ്ടോ. എന്നിട്ട് ഇതിങ്ങോട്ട് മടക്കുന്നു, കണ്ടല്ലോ. ഇതിങ്ങോട്ട് മടക്കുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു പിടിയും കൂടെ എടുത്തിട്ട് ഈ സൈഡിൽ വെക്കുന്നു, കണ്ടോ. എന്നിട്ട് ഇതിങ്ങോട്ട് മടക്കിയിട്ട് ഇത് നമ്മുടെ ഈ തണ്ടില്ലേ, തണ്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് ഇതിൻ്റെ അകത്തോട്ട് കുത്തി അങ്ങ് ഇറക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ജോയിൻ്റ് ആയിട്ട് ഇരുന്നോളൂ. കണ്ടോ, കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും നമ്മുടെ. അപ്പോൾ കുമ്പളപ്പം അല്ല, ഇങ്ങനെ വരും. ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും. ചെറിയ വയനയില അപ്പമായിട്ട് എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കണ്ടില്ലേ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കാണിച്ച ഒരു മെത്തേഡിൽ തന്നെ എല്ലാം നമുക്ക് കുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വയനയില എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ആവി കയറ്റി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം.